ഒരാളുടെ ഖബർ രക്ഷപ്പെടാൻ, വെളിച്ചമാവാൻ, സന്തോഷമാവാൻ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, പള്ളിയിൽ ലൈറ്റ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തടത്ത്, പ്രകാശം ഇല്ലാത്തടത്ത് നമ്മൾ പ്രകാശം സംവിധാനിക്കുക. ഒരു 200 രൂപ കൊടുത്തിട്ട് ഒരു CFL വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തെ കറണ്ട് ബില്ല് നമ്മൾ അങ്ങോട്ട് അടക്കുക. പള്ളി പ്രകാശിപ്പിച്ചാൽ അവന്റെ ഖബർ പ്രകാശിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ചു, അല്ലാണ്ട് സ്വിച്ച് ഇടുക എന്നല്ല അർത്ഥം. ലൈറ്റിന്റെ സ്വിച്ച് ഇടുന്ന മുക്കിരി ഉസ്താദ് അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. മുക്കിരിക്ക് വേറെ ഓഫർ ഉണ്ട്, ഇതല്ല. പള്ളി പ്രകാശിപ്പിച്ചാൽ അയാളുടെ ഖബർ പ്രകാശിക്കും. നമ്മളെപ്പോ ആലോചിക്കേണ്ടത് പള്ളിക്ക് ഖിദ്മത്ത് എടുക്കണം. അറബ് സുഹൃത്തുക്കളൊക്കെ ധാരാളം പള്ളിയെടുത്ത് സ്വർഗത്തിൽ വീടുറപ്പിക്കുമ്പോ മലയാളീസ് എന്ത് ചെയ്യണം? ഒറ്റക്ക് നമുക്ക് പള്ളി എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും പള്ളി പുനർനിർമ്മിക്കുന്ന ഘട്ടത്തിലെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പള്ളി എടുക്കുമ്പോൾ ചെറിയൊരു വിഹിതെങ്കിലും നമ്മൾ ഏറ്റെടുത്ത് കൊടുത്താൽ അയാൾക്കും സ്വർഗത്തിൽ വീടുണ്ട്. ഒറ്റക്ക് എടുക്കണം എന്നൊന്നുമില്ല. മൻ ബനാ ലില്ലാഹി ബൈതൻ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു പള്ളി എടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കും. ഇവിടെ മൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നല്ല. ഒരാളാവട്ടെ, 2 ആളാവട്ടെ, 10 ആളാവട്ടെ, 1000 ആളാവട്ടെ, ആരായാലും. വമൻ വമാ വഅൽ തുസാവി മാ ദുകിർനല്ലേ. മൻ എന്ന് പറഞ്ഞാൽ 1 എന്ന് മാത്രം ഒന്നും കണക്കില്ല. 1000 ആൾ കൂടിയിട്ട് പള്ളി എടുത്തു, 1000 ആൾക്കും അല്ലാഹു വീട് കൊടുക്കും. നമ്മളെ കെയർ ഓഫിൽ പള്ളി എടുത്തു എങ്കിലും അതിന് കൂലിയുണ്ട്. പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുമ്പോൾ ഒരാൾ നിയത്ത് നന്നാക്കി, ഒരു എഞ്ചിനീയറായ ആള് പള്ളിയുടെ പ്ലാൻ വരക്കുമ്പോൾ, ഇത് ഒരു മോമിനിയങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പൈസയൊക്കെ കുറച്ചു കൊടുത്ത് നല്ല നിയത്തോടെ ആ പ്ലാൻ വരച്ചാൽ അയാൾക്കും ഉണ്ട് കൂലി. പള്ളിക്ക് വെയിറ്റ് വാഷ് ചെയ്യുന്ന ആൾ നിയത്ത് നന്നാക്കി, ഇത് ഞാൻ സാധാ ഒരു വീടിനുള്ള വെയിറ്റ് വാഷിംഗ് അല്ലല്ലോ അല്ലെ, അയാളുടെ നിയത്തിനുണ്ട് കൂലി. പള്ളിയെ കുറിച്ച് മാത്രം പറയാൻ ഇമാം സഖാവി റഹിമഹുല്ലാഹ് ഒരു കിതാബ് തന്നെ ഉണ്ട്, അൽ ഖൗലു നാഫിഉ ഫീ ബിനാഇൽ മസ്ജിദ് വൽ ജാമിഅ എന്നാണ് കിതാബിന്റെ പേര്. അതിൽ കാണാം ഈ മസലകൾ മുഴുവൻ. അപ്പൊ മൂന്നാമത്തത്, പള്ളി പ്രകാശിപ്പിക്കുന്നയാൾക്ക് ഖബറിൽ പ്രകാശമുണ്ട്. അവിടെ ഇമാം ബാജൂരി തങ്ങൾ വിശദീകരിക്കുന്നതാണ്, അതൊരു ആലങ്കാരിക പ്രയോഗമൊന്നുമല്ല. ഖബർ പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ പ്രകാശിക്കും എന്ന് തന്നെ. നാലാമത്തത്, ഒരാളുടെ ഖബർ വെളിച്ചമാവാൻ, ഖബർ സന്തോഷത്തിലാവാൻ നാലാമത്തെ കാര്യം മുഅല്ലിമുൽ ഖൈർ. നമ്മൾ പഠിച്ച ഒരു ഇൽമ്, ഒരു നന്മ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ആമുഖ സംസാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കഴിഞ്ഞ വർഷം നമുക്ക് ഇൽമ പറഞ്ഞു തന്ന മസ്ഊദ് ഉസ്താദ് ഇന്ന് ഖബറിലാണ്. അല്ലാഹു ആ ഖബർ പ്രകാശമാക്കുമാറാവട്ടെ. നമ്മൾ പഠിച്ച ഇൽമ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ പറഞ്ഞു കൊടുത്ത ആളുടെ ഖബറും പ്രകാശിക്കും. കാരണം എന്തേ? ഇൽമ എന്നുള്ളത് ഒരു പ്രകാശമാണ്. അയാൾ കുറെ പേർക്ക് പ്രകാശം കൊടുത്തത് കൊണ്ട് അയാൾക്ക് ഇരുട്ട് വരുമ്പോൾ അല്ലാഹു പ്രകാശം കൊടുക്കും. അതാണ്ടാണ് അർശിന്റെ തണൽ കിട്ടുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, നീതിമാനായ ഭരണാധികാരി. എന്തുകൊണ്ട് അയാൾക്ക് അർശിന്റെ തണൽ കിട്ടുന്നത്? അയാൾ കുറെ നാട്ടുകാർക്ക് തണലായതുകൊണ്ട് തണലില്ലാത്ത കാലത്ത് അയാൾക്ക് അല്ലാഹു തണൽ കൊടുക്കുന്നു. കുറെ സാധാരണക്കാരുടെ നിസ്കാരവും വുളുവും ഒക്കെ സ്വഹിയാക്കി കൊടുത്ത, അല്ലെങ്കിൽ തജ്വീദ് പഠിപ്പിച്ചു കൊടുത്ത, ദീർഘകാലത്തെ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്ത, 36 കൊല്ലം 46 കൊല്ലം 10 കൊല്ലമൊക്കെ മുഅല്ലിമായ ഒരു ഉസ്താദിന്റെ കൂലികൾ ആലോചിച്ച് നോക്കി. ഈ അടുത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. 2 ഉസ്താദുമാരെ ആദരിക്കുന്ന പരിപാടി. വലിയ ആലിമീങ്ങൾ, മുദരിസുമാർ എന്ന അർത്ഥത്തിലല്ല, മുഅല്ലിമീങ്ങളായ വലിയ മഹാന്മാരായ ഉസ്താദ്മാരെ ആദരിക്കണം. 40 കൊല്ലം 2 ആള് സേവനം ചെയ്തിട്ടുണ്ട്. 1000കണക്കിന് കുട്ടികൾക്ക് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാ. സൗഭാഗ്യം ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തൊരു സൗഭാഗ്യാണത്.
നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇൽമ് പഠിച്ചാൽ അത് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. മക്കൾ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും മാനദണ്ഡമല്ല. അയാൾ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത് ഉപദേശത്തിന്റെ മാനദണ്ഡമാണ് അല്ല. റിസൾട്ട് നോക്കിയിട്ടല്ല ദഅവത്ത് നടത്തേണ്ടത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി ശർഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, അയാളോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദേ എന്നല്ല, നമ്മൾ ഒരു തെറ്റ് കണ്ടാൽ അത് തിരുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. ഒരാൾ സുബി ഖളാക്കിയിട്ട് ഉറങ്ങുന്നുണ്ട്, അയാളെ വിളിച്ചുണർത്തൽ നമ്മളെ ബാധ്യതയാണ്. ഒരാൾ ഹറാമ് ചെയ്യുന്നുണ്ട്, ആ ഹറാമിനെ തിരുത്തൽ നമുക്ക് കഴിയുന്നത് പോലെ തിരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. കൈകൊണ്ട് എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ നാവ് കൊണ്ട് പറയും. ഇല്ലേ, നാവ് കൊണ്ട് പറയാനും പറ്റൂല. കാരണം ചിലപ്പോൾ നമുക്ക് തിരിച്ചടി കിട്ടും, നമ്മെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക. അല്ലാഹുമ്മ ഇന്ന ഹാദാ മുൻകറുൻ, അല്ലാഹു ഇത് തെറ്റാണ്, എനിക്ക് കഴിയാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈമാൻ പോവും. അതാണ് മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ അറിഞ്ഞാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, കൈകൊണ്ട് എതിർക്കണം. മൊബൈൽ പിടിച്ച് വാങ്ങേണ്ടത് അങ്ങ് വാങ്ങണം, മക്കളോടാണെങ്കിൽ അത് കൈകൊണ്ട് എതിർക്കലാണ്. ഫഇല്ലം യസ്തതി, അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനിഹി, നാവുകൊണ്ട് പറയണം. ചിലപ്പോൾ മകളെ ഭർത്താവിന്റെ മൊബൈൽ പിടിച്ച് വാങ്ങാന്ന് കഴിയില്ല, ഫോൺ ഉപയോഗം, പിന്നെ എങ്ങനെയാ മക്കള് നിങ്ങളോട് എങ്ങനെ പുതിയ ആപ്പിളായിരിക്കും പറയലെന്ന് വിചാരിച്ചിട്ടാണ് മക്കളിന് കുറെ ഗെയിമും മറ്റൊക്കെ കാണുന്നത് എന്ന് ഫൗസിയും പറഞ്ഞു, മോളും പറഞ്ഞു, ഓൾക്കും വിഷമമുണ്ട്, പറയണം. ചിലപ്പം വായ കൊണ്ട് പറയാനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഫബിഖൽബിഹി, മനസ്സുകൊണ്ട് വെറുക്കണം. അതും ഇല്ലേ, വദാലിക അളഅഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ പാർട്ട്. ഈ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങൾ അൽ ഫത്ഹുൽ മുബീനിൽ പറയുന്നു, ഇങ്ങനെ എതിർക്കാത്ത ലിബറലായ രക്ഷിതാക്കളാണെങ്കിൽ അയാൾ ഈമാൻ എപ്പം പോയി എന്ന് ചോദിച്ചാൽ മതി. ഒരു നാട്ടിലെ 70,000 പണ്ഡിതന്മാരെ അള്ളാഹു നശിപ്പിച്ചു. നിസ്കരിക്കാത്തോണ്ടോ നോമ്പെടുക്കാത്തോണ്ടോ അല്ല, ആ നാട്ടിൽ നടക്കുന്ന തെറ്റ് അവർ എതിർത്തിട്ടില്ല. നമുക്കറിയാം അവിടെ ലഹരി വിപണന കേന്ദ്രമാണെന്ന്, അല്ലെങ്കിൽ അവിടെ തെറ്റ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഉത്തരവാദിത്തപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയ നമ്മൾ മനസ്സുകൊണ്ട് വെറുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഈമാനെ അത് ബാധിക്കുക. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള സൊഫിലുള്ള ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുക. അപ്പൊ അയാൾ സുജൂദിൽ ശരിക്കും കാല് വെക്കണില്ല, അത് പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. ഈ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറയാ, ആരാ ഇപ്പൊ തെറ്റെതിർക്കണത്? നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതല്ലാതെ. ഏത് കാലത്താ പറയുന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന കാലം ഏതാ? ഏകദേശം 600 കൊല്ലം മുമ്പാ പറയണത്. ആർക്ക് വേണം ഇതൊക്കെ? അത് പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. ആരും ദഅവത്ത് നടത്തുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇവിടെ ഇസ്ലാം ഉണ്ടാവുക? പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഉസ്താദേ എന്ന ഡയലോഗൊന്നും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കൂല. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ആകെ വിരലിലെണ്ണാവുന്ന ആളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റിസൾട്ട് നോക്കിയിട്ട് ദഅവത്ത് നടത്തേണ്ടത്. അബൂജഹലി മുസ്ലിം ആവൂലാന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ മുത്തുനബിനെ അങ്ങോട്ടേക്ക് പ്രബോധനത്തിന് അയച്ചത്? പാവ മുത്തുനബിക്ക് റിസ്ക് എടുത്ത പണി എന്തിനാ ഏൽപ്പിച്ചേക്കണത്? ദാഇയായ ഒരാൾ ആലോചിക്കേണ്ടത് റിസൾട്ട് അല്ല. ഫിറഔൻ ഇസ്ലാം സ്വീകരിക്കൂല എന്ന് അല്ലാഹുവിന് അറിയില്ലേ? അറിയാം. എന്നിട്ട് നബിമാരായ മൂസ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് എന്താ പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഫിറഔനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു നോക്ക്, ചിലപ്പോൾ നന്നായാലോ. അല്ലാഹ് അറിയില്ല, അയാൾ നന്നാവില്ല, അറിയാം. പിന്നെന്തേ? സംഘടനാ പ്രവർത്തകർ പദ്ധതി 100% ആവോ ഇല്ലയോ എന്നും നോക്കിയിട്ടല്ല ദഅവത്ത് നടത്തേണ്ടത്. നമ്മളെ കൊണ്ട് പറഞ്ഞ പണി നേതാക്കൾ പറഞ്ഞ പണി എടുത്തോളും. ആ യൂണിറ്റ് പോയിട്ട് കാര്യമില്ല ഉസ്താദേ, നീയാ തീരുമാനിക്കേണ്ടത്. റിസൾട്ട് ആലോചിച്ചിട്ട് ദഅവത്ത് നടത്തരുത്. ആ വീട്ടിൽ പോയാൽ ഫണ്ട് കിട്ടൂല, സുന്നി വോയിസ് റിസാല ചേരൂല, ഇതാണ് നമ്മൾ പറയേണ്ടത്? അല്ല. നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കും. നമുക്ക് അള്ളാഹിനോട് പറയാൻ പറ്റണം, അയാൾ നിര്യാണിക്ക് താഴെ പാൻറ് എടുക്കുന്ന ആളാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്,
ട്രോളപ്പെട്ടു എന്നല്ലാതെ, കളിയാക്കപ്പെട്ടു എന്നല്ലാതെ വേറെ ഒരു മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഡ്യൂട്ടി ഇതാണ്. അതാണ് ഖുർആൻ പറയണത്. ഉപദേശിക്കുന്ന ദാഇമാരോട് ആ കാലത്തെ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാ അവരോട് വഅദ് പറയണത്? അള്ളാഹു അവരെ ശിക്ഷിക്കൂലേ? അള്ളാഹു അവരെ ശിക്ഷിക്കൂലേ? നിങ്ങൾ എന്തിനാ ഉപദേശിക്കുന്നത്? ഖാലൂ, ആ കാലത്തെ പ്രബോധകർ പറഞ്ഞു, മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, അള്ളാഹിനോട് പറയണ്ടേ നമ്മൾ ചെയ്തിന്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഉറപ്പല്ലേ? ഞാനിപ്പോ ഈ വയല് പറഞ്ഞിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരാൾ ചോദിക്കുക എവിടെ പോവാ? എവിടുന്ന് വരിക? നാട്ടിൽ പോവാ. എവിടുന്ന് വരിക? മുഹമ്മദ് അലി കടപ്പുറത്ത് ഒരു വയലുണ്ടായിരുന്നു. ആരോ വയല്? ഓ നിങ്ങൾ തന്നെയാണ്. ആരോട് വയല് പറയുന്നത്? ആരോട് പറഞ്ഞത് കാര്യം എന്താ അയാളോട് പറയേണ്ടത്? നിങ്ങളൊരു ഈ അടുത്തൊരു 4 പുസ്തകം ഇറക്കിയില്ലേ? ആര് വായിക്കാനോ ഉസ്താദേ? ഇങ്ങനെ പറയുന്ന ആളോട് എന്തു പറയണം? ഹദ്ദാദ് ഇമാം പറയുന്നു, ആ ചോദ്യം തന്നെ ലോകത്തെ ഏറ്റവും പൊട്ടത്തര ചോദ്യ. ഉത്തരങ്ങളല്ല, ചോദ്യം തന്നെ പൊട്ടത്തര ചോദ്യം. ശരിയായല്ലേ ഉത്തരത്തിലേക്ക് പോകണ്ടുള്ളൂ. പിന്തിരിപ്പന്മാരുടെ വർത്തമാനങ്ങളിൽ നിന്ന് ദാഇമാർ, സംഘടനാ പ്രവർത്തകർ ഒരിക്കലും പിന്നോട്ട് പോകരുത്. എവിടെയാ ക്ലാസ് എടുത്തിട്ട് വരുന്നത്? ക്യാമ്പസിലോ? ക്യാമ്പസ് എന്നതല്ല, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇന്നലകളിൽ ജീവിച്ച സച്ചരിതരായ ദാഇമാരായ അമ്പിയാക്കളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ച റൂട്ട്. മുഅല്ലിമുൽ ഖൈർ, അതാണ് 4ാമത്. നമ്മൾ പഠിച്ച നന്മ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരാൾ നമ്മളോട് മിണ്ടണില്ല, തെറ്റിയിട്ടാ ഉള്ളത്. റമദാൻ വന്നു, ബറാഅത്തിരാവ് വന്നു, അയാളോട് സലാം പറയുന്നു. അയാൾ മടക്കട്ടെ മടക്കാതിരിക്കട്ടെ, നമ്മളെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം. ഇതുപോലെ തന്നെയാണ് ദഅവത്തും എന്ന് ഇമാം